നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഹണ്ടർ ബൈഡന് പ്രസിഡന്റ് ബൈഡൻ മാപ്പ് കൊടുത്തത് വലിയ ചർച്ചാ വിഷയമായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ധാരാളമുണ്ട്. രണ്ടു കൂട്ടരും പക്ഷം തിരിഞ്ഞു നിന്ന് അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പ്രസിഡന്റിന് തന്നെ സ്വന്തം പാർട്ടിയിൽ ഒരു വിഭാഗം ആളുകൾ ഈ നടപടിയെ ഇഷ്ടപ്പെടുന്നില്ല, അനുകൂലിക്കുന്നുമില്ല. ഇപ്പം അതിൽ ഇന്ത്യക്കാരായ രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ റോഖന്നയും ശ്രീ താനേദാറും ഇതിന് എതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. പ്രസിഡന്റ് മകന് പിന്നെ മാപ്പ് നൽകിയത് ഒട്ടും ശരിയായില്ല എന്നാണ് അവരുടെ നിലപാട്. എന്തായാലും അടുത്ത ഭരണം വരുമ്പോൾ ഹണ്ടർ ബൈഡൻ കഠിനമായി പീഡിപ്പിക്കപ്പെടും എന്നുള്ള ഭീതി കൊണ്ടാണ് ഈ ചെയ്തി എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് കുറ്റങ്ങളാണ് ഹണ്ടർ ബൈഡൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നത് മറച്ചു വെച്ചുകൊണ്ട് തോക്ക് വാങ്ങി, അതുപോലെ തന്നെ ടാക്സ് വെട്ടിപ്പ്, ടാക്സിൻ്റെ കാര്യത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി. ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. 20 വർഷം വരെ തടവ് കിട്ടാവുന്നതാണ്. അമേരിക്കയെ പറ്റി നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്നും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷ കിട്ടുന്നൊരു സ്ഥലമാണ് അമേരിക്ക. എപ്പോഴും നേരെ മറിച്ച് ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 80-90% ആളുകൾ ഊരിപ്പോരുകയാണ് ചെയ്യുന്നത്. പിന്നെ ചുരുക്കം ചിലരാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്, ചുരുക്കം ചിലരാണ് തല പോകുന്നത്, ടെക്സസിലും മറ്റും. ബാക്കി ഇവിടെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി ഭാഗത്ത്, കാലിഫോർണിയയിലും ഒന്നും വധശിക്ഷ ഒട്ടില്ലതാനും. അവരെ ആരെയും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല, അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ കൊലക്കേസിലൊക്കെ ആളുകൾ അവർ മാനസിക വിഭ്രാന്തി, മാനസിക കുഴപ്പം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ തടി രക്ഷപ്പെടുത്തി പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ചെറിയ ടാക്സ് വെട്ടിപ്പ്, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ആനന്ദ് ജോൺ. 59 വർഷത്തെ ശിക്ഷയാണ്. അതിന് മാത്രമുള്ള തെറ്റെന്താണ് ചെയ്തത്? 10-12 സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം അവരെ വിളിച്ചു വരുത്തി മോഡലാക്കാമെന്ന് പറഞ്ഞ് അവരെ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് വിളിച്ചാൽ അതിൽ ബലാത്സംഗം നടത്തുന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബലാത്സംഗമായിട്ടൊന്നും അക്യുസേഷൻ പോലും അത് തെളിയിക്കപ്പെട്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും 59 വർഷത്തെ ശിക്ഷയാണ് ലഭിച്ചത്. ആ സ്ത്രീകളെല്ലാം വിളിച്ചു വരുത്തി അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അയാൾക്കെതിരെ പരാതി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത്രയും 10-12 വെള്ളക്കാരി സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ ജഡ്ജി തീർച്ചയായിട്ടും ചിന്തിക്കും, ഇതിൽ എന്തെങ്കിലും കാര്യം കാണുമെന്ന് തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കും. എങ്കിലും നമ്മുടെയൊക്കെ ഒരു മനസാക്ഷിയിൽ അത്രയ്ക്ക് വലിയ ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. അയാളുടെ ജീവിതം തന്നെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ശിക്ഷയുടെ ആവശ്യമില്ലായിരുന്നു. 4-5 വർഷം കൊടുത്താൽ കൂടി ആ 59 വർഷം കൊടുക്കുന്ന അതേ ഫലം ഒന്ന് തന്നെയായിരുന്നേന്. കാരണം ഇയാളുടെ മനം മാറുകയോ അല്ലെങ്കിൽ ഇയാൾ മെച്ചപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ ആ ഫലം ഒന്ന് തന്നെയായിരിക്കും. 5 വർഷത്തെ ശിക്ഷയും 59 വർഷത്തെ ശിക്ഷയും തമ്മിൽ വ്യത്യാസം വരില്ല എന്നും നമ്മൾ കണക്കാക്കുന്നു. പക്ഷെ അമേരിക്കയുടെയൊക്കെ ആ നീതിന്യായ വ്യവസ്ഥ ചെറിയ കുറ്റങ്ങൾക്ക് ഏറ്റവും പരമാവധി കാലം പിടിച്ച് തടവിലിടുക എന്നുള്ള ഒരു ക്രൂരമായ ഒരു രീതി കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് ഈ ഹണ്ടർ ബൈഡൻ്റെ കാര്യത്തിലാണെങ്കിലും 20 വർഷം എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുണ്ടോ എന്നാണ് നമ്മളെപ്പോഴൊരു ചിന്തിക്കുന്നത്. എങ്ങനെയായാലും ഈ ട്രംപിൻ്റെ ഭരണകാലത്തുണ്ടാകാൻ പോകുന്ന പീഡനങ്ങൾ ഓർത്തപ്പം ഈ ബൈഡൻ ഇത്രയും 50 വർഷം കൊണ്ട് നേടിയ സൽപ്പേരെല്ലാം കളഞ്ഞു കുളിച്ചു കളയാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു കമൻറ്റ് ഇന്നിപ്പോൾ ഈ മലയാളിയിൽ തന്നെ കണ്ടത്, ബൈഡൻ ചെയ്യേണ്ടിയിരുന്നത് ഏതായാലും അടുത്ത് പ്രസിഡന്റ് ആകാൻ വീണ്ടും മത്സരിച്ചില്ല, ഇനിയിപ്പോൾ പ്രസിഡന്റ് ആകാനും പോകുന്നില്ല. ആ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം അങ്ങോട്ട് ഒഴിഞ്ഞിട്ട് കമലാ ഹാരിസിനെ അങ്ങോട്ട് പ്രസിഡന്റ് ആകാൻ അനുവദിക്കുക. എന്നിട്ട് കമലാ ഹാരിസ് ഹണ്ടർ ബൈഡന് പാർഡൻ കൊടുക്കുക. അതായിരുന്നു കുറെ കൂടെ നല്ലതെന്ന് ഒരു കമൻറ്റ് കണ്ടു. വാസ്തവം പറഞ്ഞാൽ വളരെ നല്ലൊരു നിർദ്ദേശമായിട്ട് തോന്നി. വാസ്തവം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പം പല കാര്യങ്ങളാണ്, ഒരു പിടിക്ക് തന്നെ പല പക്ഷികളാണ് നടക്കുന്നത്. ബൈഡനെ സംബന്ധിച്ചിടത്തോളം 2 മാസം അല്ല 1.5 മാസം മുമ്പ് സ്ഥാനം വിട്ടുപോകുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. അതേസമയം തന്നെ കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റാണ് അടുത്ത പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് ജനുവരി 6-ന്. അപ്പോൾ അത് വോട്ടെണ്ണി അത് വൈസ് പ്രസിഡന്റാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സ്വന്തം പരാജയം അവർ തന്നെ അക്നോളജ് ചെയ്ത് അവർ തന്നെ വിജയിയെ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ ഓരോ സ്പെക്കുലേഷനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും വരുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിന് ശേഷം കണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, ട്രംപ് ഇതിനെ ആക്ഷേപിച്ചു. ബൈഡന് ഹണ്ടറിന് പാർഡൻ കൊടുത്തതിനെ ട്രംപ് ആക്ഷേപിച്ചു. വളരെ മോശമായിട്ട് റിപ്പബ്ലിക്കന്മാരെല്ലാം അതിനെ പരാമർശിച്ചു. ഇത് വളരെ സ്വജനപക്ഷപാതവും അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥയോടുള്ള കടന്നാക്രമണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ട്രംപ് ഇപ്പോൾ പറയുന്ന ട്രംപിൻ്റെ 2 കേസുകൾ, ഇപ്പോൾ ഒരു ഹഷ് മണി കേസുണ്ട്.
അതായത് നമ്മുടെ സ്റ്റോർമി ഡാനിയൽസിന് പിന്നെ പൈസ കൊടുത്തതാണ്. $1,30,000 കൊടുത്തത് മിണ്ടാതിരിക്കാൻ വേണ്ടി. അങ്ങേര് ആദ്യം മത്സരിക്കുമ്പോൾ, പ്രസിഡൻ്റായിട്ട് മത്സരിക്കുമ്പോൾ ഇവർ കയറി ഒന്നും പറയരുത്, അതിനുവേണ്ടി കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തത് തന്നെ പിന്നെ തെറ്റാണെന്നാണ് ഇവിടെ ഈ മൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി പിന്നെ കോടതിയിൽ വാദിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നതും കുറ്റകരമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. അതിന് പുറമെ ഇവർക്ക് ഈ $1,30,000 കൊടുക്കുന്നതിന് വേണ്ടി കണക്കിലെല്ലാം മാറ്റങ്ങൾ വരുത്തി എന്നാണ് മറ്റൊരു ആരോപണം. അതാണ് 34 കേസ് 34 ചാർജ് പിന്നെ കുറ്റങ്ങൾ തെളിഞ്ഞത്. അതിൻ്റെ പേരിലാണ് ട്രംപിനെ ശിക്ഷിക്കാനിരിക്കുന്നത്. 34 കേസുകളിൽ പിന്നെ ജൂറി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഈ $1,30,000 മറ്റോ ട്രംപിനെ ഇപ്പോൾ ഒരു കോടീശ്വരൻ പിന്നെ കോടീശ്വരന് ഏതെങ്കിലും കണക്കിൽപ്പെടുത്തി കൊടുക്കുന്നു. അത് കൺസൾട്ടിങ് ഫീസ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. അതൊക്കെ അത്ര ഒരു വലിയ കാര്യമാണോ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കും. കാരണം ഒരു കോടീശ്വരന് $1,30,000 ഏതെങ്കിലും ഒരു കണക്കിൽപ്പെടുത്തി കൊടുക്കുന്നത് വലിയൊരു കുറ്റമാണോ എന്ന് പിന്നെ നമുക്ക് തോന്നും. എന്തായാലും അത് ഈ ഹണ്ടർ ബൈഡന് പാർഡൻ കൊടുത്ത പശ്ചാത്തലത്തിൽ ഈ കേസ് ഒഴിവാക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു കേസുകൾ മിക്കവാറും എല്ലാം തന്നെ ഒഴിവാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പിന്നെ ട്രംപ് മറേലാഗോയിലേക്ക് പിന്നെ ഔദ്യോഗിക രേഖകളൊക്കെ കൊണ്ടുപോയി എന്നുള്ള ആ കേസ് ഇല്ലാതായി. അതുപോലെ തന്നെ ജോർജിയയിലെ കേസ് ഒരു അവതാളത്തിലായി നിൽക്കുകയുമാണ്. അതൊന്നും മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. അപ്പോൾ കേസുകളെല്ലാം തന്നെ പിന്നെ ട്രംപിന് അനുകൂലമായിട്ടുള്ള മിക്കവാറും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു. അത് അല്ലെങ്കിൽ തന്നെ പ്രസിഡൻ്റാകുന്ന ഒരു വ്യക്തിയെ പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ പെടുത്തി ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നതും ശരിയല്ല. അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഭാവി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസുകളൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യം തന്നെയില്ല. അത്രയും വലിയൊരു കാര്യം ഏൽപ്പിക്കാമെങ്കിൽ ഇതാണോ വലിയ കാര്യമായിരിക്കുന്നത്? അപ്പം ഇത് മറ്റൊരു കാര്യം. ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ അദാനി സാറിനെതിരെ ഇവിടെ ന്യൂയോർക്കിലെ പിന്നെ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് US അറ്റോർണി എടുത്തിരിക്കുന്ന കേസിനെ പറ്റിയുള്ള പരാമർശങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെ ഹണ്ടർ ബൈഡന് മാപ്പ് കൊടുത്തു, എന്നാൽ പിന്നെ അദാനിക്ക് മാപ്പ് കൊടുത്തുകൂടെ? പിന്നെ അദാനിയുടെ കാര്യം പോക്കാണ്, അദാനിയെ പിന്നെ കൊടുക്കുകയാണ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം ധാരാളമായിട്ട് പ്രചാരണം കാണുന്നു. പിന്നെ നിയമവിദഗ്ധരും അതുപോലെ തന്നെ രാഷ്ട്രീയ വിദഗ്ധരും ഒക്കെ സംസാരിക്കുന്നു അദാനിക്ക് അനുകൂലമായിട്ട്. എന്തറിഞ്ഞിട്ടാണ് ഇന്ത്യയിലുള്ള ആളുകൾ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ ഡിസ്ട്രിക്ട് അറ്റോർണി ഇവിടെ US അറ്റോർണി എടുത്തിരിക്കുന്ന കേസ് മൻഹാട്ടൻ അത് എടുത്തിരിക്കുന്ന സ്വതന്ത്രമായൊരു കേസാണ്. അതൊരു ക്രിമിനൽ കേസാണ്. അതായത് ഇന്ത്യയിൽ എത്രയാ $260 മില്യൺ കൈക്കൂലി കൊടുത്തു. ഇന്ത്യയിലാണ് കൈക്കൂലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2,000-2,500 കോടി രൂപ ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്ത് ഈ പിന്നെ സോളാർ സംബന്ധിച്ചുള്ള പിന്നെ ആ കരാറുകൾ മുഴുവൻ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ അത്രയും കൈക്കൂലി കൊടുത്ത് അത്രയും പിന്നെ ആ കരാറുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ 2 ബില്യൻ്റെ ലാഭം കമ്പനിക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൈക്കൂലി എല്ലാം കൊടുത്തത്. അപ്പോൾ ആ കൈക്കൂലി ആരൊക്കെയാണ് വാങ്ങിയതെന്നാണ് നമുക്കറിയേണ്ടത്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം വാങ്ങിയെന്നാണ് വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ചെയ്തു. എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആൾ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് പണം പിരിക്കുന്നു, ഇവിടെ പിന്നെ കടപ്പത്രം ഇറക്കിയും അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടും ഒക്കെ പൈസ എടുക്കുന്നു എന്നുള്ളതാണ് കുറ്റകൃത്യമായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അതൊരു ക്രിമിനൽ കേസ് ഇവിടെ US അറ്റോർണി എടുത്തിരിക്കുന്നതാണ്. അതും രാഷ്ട്രീയമായിട്ട് പുലബന്ധം പോലുമില്ല. ഇപ്പോൾ ഹണ്ടർ ബൈഡൻ്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒക്കെ കേസിൽ അതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ കേസിൽ എന്താണ് രാഷ്ട്രീയം? ഒന്നുമില്ല. അതൊരു ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് ആ കേസ് വരുന്നത്. അപ്പം ഇന്ത്യയിലൊക്കെ പറയുന്ന പിന്നെ ഹണ്ടർ ബൈഡൻ്റെ കേസ് പിന്നെ എഴുതി തള്ളുമ്പോൾ ഈ കേസും അങ്ങ് എഴുതി തള്ളിക്കളയണം എന്നൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ നിസ്സാരമായിട്ട് പിന്നെ പറയുന്നു. ഇനി അതിനിടയിൽ അദാനി സാറും പറഞ്ഞിട്ടുണ്ട് പിന്നെ കേസിനെ നേരിടുമെന്നും അഗ്നിശുദ്ധി വരുത്തി മുന്നോട്ട് വരുമെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ ഒരു കേസിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ കേസിൽ നിന്നൊക്കെ ഊരിപ്പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രമാദമായ കേസുകളിലൊക്കെ അത് ഈ പൈസ കൊടുത്തു ഇതൊക്കെ ഉള്ളതിന് വ്യക്തമായ എന്തെങ്കിലും തെളിവുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ നടപടികൾ എടുക്കുന്നത്. അതിന് പുറമെ അതിൻ്റെ ആ ഫാളോ ഔട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ള കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഇവിടെ നിന്ന് പണം പിന്നെ സ്റ്റോക്കിൽ പണം കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു. ആളുകൾ ഇപ്പോൾ ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടാണെന്നറിഞ്ഞാൽ പിന്നെ ആളുകൾ നിക്ഷേപിക്കാൻ മടിക്കും. അത് കെനിയയിലുണ്ടായി. അങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളിലും അതിനൊരു ബാക്ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് ശക്തമായിട്ട് സഹായിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പം മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് എത്ര കാലമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഹണ്ടർ ബൈഡൻ്റെ കേസും
അദാനി കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടും തമ്മിൽ പുനഃബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ വിദഗ്ധരും ഇത് ഇതിനെയൊക്കെ കൂട്ടിക്കെടുക്കാനും അദാനിക്ക് നല്ല ചിറ്റ് നൽകാനും തയ്യാറായിട്ട് അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നു.